ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള സർക്കാർ സ്ഥാപനങ്ങളിൽ വന്നിട്ടുള്ള താൽക്കാലിക ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം നടത്തുന്നത്. കരാർ നിയമനമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം വയനാട് ജില്ലയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. വയനാട് ജില്ലയിലെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്കും പ്രീമെട്രിക് ഹോസ്റ്റലുകളിലേക്കും സ്റ്റുഡൻസ് കൗൺസിലർ നിയമനം നടത്തുന്നുണ്ട്. MA സൈക്കോളജി അല്ലെങ്കിൽ MSW ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. സ്റ്റുഡൻറ് കൗൺസിലിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണന ഉണ്ടായിരിക്കും. പ്രായപരിധി 25-നും 45-നും മധ്യമാണ്. കേരളത്തിന് പുറത്തുള്ള സർവകലാശാലകളിൽ നിന്ന് യോഗ്യത നേടിയവർ തുല്യതാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ അപേക്ഷ, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് എന്നിവ സഹിതം കൽപ്പറ്റ സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ITDP ഓഫീസിൽ ജൂലൈ 4 രാവിലെ 10 മണിക്ക് നടക്കുന്ന വാക്കിൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് ഇടുക്കി ജില്ലയിൽ കേരള സർക്കാർ സ്ഥാപനമായ IHRDയുടെ പൈനാവ് മോഡൽ പോളിടെക്നിക് കോളേജിൽ ലെക്ചറർ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ലെക്ചറർ ഇൻ ഇംഗ്ലീഷ്, ഡെമോൺസ്ട്രേറ്റർ ഇൻ ഇലക്ട്രോണിക്സ്, ട്രേഡ്സ്മാൻ ഇൻ ഇലക്ട്രോണിക്സ്, ട്രേഡ്സ്മാൻ ഇൻ കമ്പ്യൂട്ടർ തസ്തികകളിലേക്ക് താൽക്കാലിക നിയമനത്തിനായി അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ലെക്ചറർ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ക്ലാസ് BTech ബിരുദമാണ് യോഗ്യത വരുന്നത്. ലെക്ചറർ ഇൻ ഇംഗ്ലീഷ് 55% മാർക്കോടെ മാസ്റ്റർ ബിരുദം ഉണ്ടായിരിക്കണം. കൂടാതെ നെറ്റും ആവശ്യമാണ്. ഡെമോൺസ്ട്രേറ്റർ ഇൻ ഇലക്ട്രോണിക്സ് തസ്തികയിലേക്ക് ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ട്രേഡ്സ്മാൻ ഇൻ ഇലക്ട്രോണിക്സ് തസ്തികയിലേക്ക് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ട്രേഡ്സ്മാൻ ഇൻ കമ്പ്യൂട്ടർ തസ്തികയിലേക്കും നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. 30-നാണ് എല്ലാ തസ്തികകളിലേക്കുമുള്ള ഇൻ്റർവ്യൂ നടക്കുന്നത്. ലെക്ചറർ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തസ്തികയിലേക്ക് ഇൻ്റർവ്യൂ അന്നേ ദിവസം 10-നും, ലെക്ചറർ ഇൻ ഇംഗ്ലീഷ് 11 മണിക്കും, ഡെമോൺസ്ട്രേറ്റർ ഇൻ ഇലക്ട്രോണിക്സ് 11:30-നും, ട്രേഡ്സ്മാൻ ഇൻ ഇലക്ട്രോണിക്സ് 12-നും, ട്രേഡ്സ്മാൻ ഇൻ കമ്പ്യൂട്ടർ 1 മണിക്കും നടക്കും. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ബയോഡേറ്റയും ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും സഹിതം കോളേജിൽ നേരിട്ട് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് എറണാകുളം ജനറൽ ആശുപത്രിയിൽ ആശുപത്രി വികസന സൊസൈറ്റി മുഖേന സീനിയർ പെർഫ്യൂഷനിസ്റ്റ് തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നതിനായി ജൂലൈ 3 രാവിലെ 11 മണിക്ക് വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. കാർഡിയാക് പെർഫ്യൂഷൻ ടെക്നോളജിയിൽ BSc ഡിഗ്രിയും പെർഫ്യൂഷനിസ്റ്റായി 5 വർഷത്തെ പ്രവൃത്തി പരിചയമാണ് യോഗ്യത വരുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അന്നേ ദിവസം നിങ്ങളുടെ യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ അസലും പകർപ്പും ബയോഡേറ്റയും സഹിതം സൂപ്രണ്ടിൻ്റെ ഓഫീസിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് തിരുവനന്തപുരം ജില്ലയിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ അസബ് കേരളയിൽ SEO എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. കഴക്കൂട്ടത്തുള്ള അസബ് കേരളയുടെ ആസ്ഥാനത്തേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. മാർക്കറ്റിംഗ്, കമ്മ്യൂണിക്കേഷൻസ്, IT മറ്റനുബന്ധ വിഷയങ്ങളിലെ ബിരുദധാരികൾക്ക് അപേക്ഷ സമർപ്പിക്കാം. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജൂൺ 29-ന് വൈകുന്നേരം 5 മണിക്ക് മുൻപായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അടുത്തത് കണ്ണൂർ ജില്ലയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. നാറാത്ത് ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഓവർസിയർ നിയമനത്തിനുള്ള വാക്കിൻ ഇൻ്റർവ്യൂ ജൂലൈ 3 രാവിലെ 11 മണിക്ക് പഞ്ചായത്ത് ഹാളിൽ നടക്കും. 3 വർഷ സിവിൽ ഡിപ്ലോമയും 2 വർഷ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ഡിപ്ലോമയും ഉള്ളവർ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹാജരാവേണ്ടതാണ്. അടുത്തത് കണ്ണൂർ ജില്ലാ ആശുപത്രി ഡാറ്റ എൻട്രി ഓപ്പറേറ്ററെ നിയമിക്കുന്നതിന് ബിരുദധാരികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും DCA യോഗ്യതയുള്ള മലയാളം ടൈപ്പ് റൈറ്റിംഗ് അറിയുന്ന പ്രവൃത്തി പരിചയമുള്ളവരിൽ നിന്നുമാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. പ്രായപരിധി 50 വയസ്സ് വരെയാണ്. ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യത, മേൽവിലാസം എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളും ബയോഡേറ്റ, തിരിച്ചറിയൽ കാർഡ് സഹിതം ജൂലൈ 1 രാവിലെ 10:30-ന് സൂപ്രണ്ട് മുമ്പാകെ അഭിമുഖത്തിന് ഹാജരാവണം. അടുത്തത് മലപ്പുറം ജില്ലയിൽ തവനൂർ ഗവൺമെൻറ് ചിൽഡ്രൻസ് ഹോം ഫോർ ബോയ്സിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. കെയർടേക്കർ, മെയിൽ എഡ്യൂക്കേറ്റർ, ട്യൂഷൻ ടീച്ചർ, വാച്ച്മാൻ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്നീ തസ്തികകളിലേക്കാണ് നിയമനം. +2, B.Ed, MPhil യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രവൃത്തി പരിചയമുള്ള പ്രദേശവാസികൾക്ക് മുൻഗണന ഉണ്ടായിരിക്കും. താല്പര്യമുള്ളവർ ജൂൺ 3 രാവിലെ 10 മണിക്ക് നടക്കുന്ന ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.